കണ്ണൂരിലെ CPM നേതൃത്വത്തിനെതിരെ ഉയർന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങളിൽ ഘടകകക്ഷികൾക്കും കടുത്ത അതൃപ്തി. സമീപകാലത്ത് ഒന്നുമുണ്ടാകാത്ത തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. ഇതോടെ വിവാദത്തിൽ CPM നേതൃത്വത്തിന് മറുപടി പറയാതെ പിടിച്ചുനിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഇടതു രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുകയാണ്. CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങൾ, CPM-ന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFI നേതാവ് മനു തോമസ് നടത്തിയ ആരോപണങ്ങൾ, അതിന് മറുപടിയുമായി CPM സംസ്ഥാന സമിതി അംഗം P ജയരാജനും അദ്ദേഹത്തിന്റെ മകൻ ജയിനും രംഗത്ത് വന്നത്. അതിനുശേഷം ആ വിവാദം ഇപ്പോൾ CPI കൂടി ഏറ്റെടുക്കുകയാണ്. CPM-നെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തില്ലെങ്കിൽ പോലും പരോക്ഷമായി ശക്തമായ വിമർശനമാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM-നെതിരെ ഉന്നയിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നാട്ടിൽ നിന്ന് സ്വർണം പൊട്ടിപ്പും സ്വർണ്ണക്കടത്ത് ആരോപണവും ഒക്കെ അതും പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ വരുന്നത് ഒട്ടും അംഗീകരിക്കാത്ത വിഷയമായാണ് CPI നേതൃത്വം കാണുന്നത്. അതായത് വരും ദിവസങ്ങൾ CPM-നെതിരെ ഇത് CPI അവരുടെ എതിർപ്പ് CPI നേരിട്ട് അറിയിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് സംസ്ഥാനത്താകെ ഉണ്ടായ സാഹചര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇത്തരം ആരോപണങ്ങൾ കൂടി വരുന്നത് മുന്നണിയെ സംസ്ഥാനത്ത് കൂടുതൽ ദുർബലമാക്കുമെന്ന ആശങ്കയാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയാതെ പറയുന്നത്. വലിയ വിമർശനം അടുത്ത കാലത്തും CPM-ന്റെ ഒരു ആഭ്യന്തര വിഷയത്തിൽ അല്ലെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഘടകങ്ങൾക്കോ എതിരെ ഉയരുന്ന വിഷയങ്ങളിൽ ഇത്തരമൊരു പരാമർശം CPI നടത്തിയിട്ടില്ല. ഒരുപക്ഷെ CK ചന്ദ്രപ്പന്റെ കാലത്തിന് ശേഷം ഇത്തരം വിഷയങ്ങളിൽ വളരെ CPI-യുമായി ചേർന്നു പോകുന്ന അത് അവരുടെ ആഭ്യന്തര കാര്യമെന്ന് മാത്രം പറഞ്ഞുപോകുന്ന നിലപാടാണ് CPI പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബിനോയ് വിശ്വം അതിരൂക്ഷമായ വിമർശനമാണ്. ഏതെങ്കിലും നേതാവിന്റെ പേരെടുത്ത് പറയുകയോ പാർട്ടിയുടെ പേരെടുത്ത് പറയുകയോ ചെയ്യാതെ എന്നാൽ കൃത്യമായി CPM ലക്ഷ്യമിട്ടുകൊണ്ടുള്ള CPM-ലെ ഇത്തരം അപജയങ്ങൾക്കെതിരെ തിരുത്തൽ ശക്തിയായ CPI മാറണമെന്ന അവരുടെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ നേതൃയോഗങ്ങളിലും ഉയർന്നു വരുമ്പോൾ അത്തരമൊരു നിലപാടാണ് ഇവിടെ CPI സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. തിരുത്താൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ്. ഒന്നിനു പുറകെ ഒന്നായ വിഷയങ്ങൾ. അത് കണ്ണൂരിൽ നേരത്തെയും ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും ഒക്കെ CPM-ന്റെ പ്രാദേശിക നേതാക്കൾക്കുള്ള ബന്ധങ്ങളും യുവ നേതാക്കൾക്കുള്ള ബന്ധങ്ങളും ഒക്കെ പലപ്പോഴും ആരോപണങ്ങളായി പുറത്തു വന്നുവെങ്കിലും ഇപ്പോൾ അടുത്തിടെ വരെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാവ് തന്നെ അത് തുറന്നു പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട P ജയരാജനെ പോലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ കൂടി പരാമർശിക്കപ്പെടുമ്പോൾ അത് ചെറിയ ഒരു പ്രതിസന്ധിയല്ല CPM ഉണ്ടാക്കുക. വരും ദിവസങ്ങളിലും CPM-ന് മുൻപിൽ വലിയ തലവേദനയായി അത് മാറുമെന്ന് ഉറപ്പാണ്. വലിയ പ്രതിസന്ധിക്കിടയിലും മൌനം തുടരുകയാണ് CPM. P ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാനാകാതെ നിൽക്കുകയാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമായ P ജയരാജനെ കുറിച്ചുള്ള ചർച്ചകൾ താഴെത്തട്ടിൽ നടത്തേണ്ടതില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. MS അനീഷ് കുമാർ ചേരുന്ന വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ താഴെത്തട്ടിൽ ജയരാജനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ടതില്ല എന്ന് പറയുന്നു. വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും ഒരു ജയരാജൻ എഫക്റ്റ് ഒക്കെ അവിടെ നിലനിൽക്കുന്നു എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. തീർച്ചയായും അങ്ങനെ കരുതുമ്പോഴും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യം ചർച്ച വളരെ വിശദമായി തന്നെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. P ജയരാജൻ വളരെ പെട്ടെന്ന് കയറി ഈ മനു തോമസിന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്നൊരു വികാരം ആ പാർട്ടിക്കുള്ളിൽ ഉയർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഒരു കുറിപ്പാണ്, ഒരു പ്രസ്താവനയാണ് CPM കണ്ണൂർ ജില്ലയുടെ ഭാഗത്തു നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് CPM-ൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസ് CPM നേതാക്കൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചാര വേലകൾ അപലപനീയമാണെന്നും അത് ജനങ്ങൾ തള്ളിക്കളയണമെന്നും അതിന്റെ അന്തസ്സ തിരിച്ചറിയണമെന്നുമാണ് CPM പറയുന്നത്. ആ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിയുടെ സ്വരത്തിൽ കൊട്ടേഷനുകാരായ ചിലർ നടത്തുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധാർഹവും സമൂഹം അംഗീകരിക്കാത്തതുമാണ്. നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രചരിപ്പിക്കുന്നത് ന്യായീകരിക്കത്തക്കതല്ല. നവമാധ്യമങ്ങളിൽ പാർട്ടിയുടെ വക്താക്കളായി പ്രവർത്തിക്കാൻ കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു. കാര്യം കൃത്യമാണ്. കാരണം ഈ മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കമന്റ് ചെയ്ത് ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവർ അല്ലെങ്കിൽ അർജുൻ ആയങ്കി പോലുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളിൽ ഭീഷണി നടത്തുന്ന അല്ലെങ്കിൽ കൊലവിളി നടത്തുന്നത് CPM ചുമതലപ്പെടുത്തിയിട്ടല്ല. അത്തരത്തിൽ നവമാധ്യമങ്ങളുടെ പ്രതികരണം നടത്താൻ ആരെയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഇത്തരം കാര്യങ്ങളെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പാർട്ടി പ്രവർത്തകർ പ്രോത്സാഹിപ്പിക്കരുത് എന്നൊരു നിർദ്ദേശവും പാർട്ടി നൽകുകയാണ്. തീർച്ചയായിട്ടും ഈ P ജയരാജനുമായുള്ള
രാജനുമായുള്ള ഈ മനു തോമസിന്റെ സംഭാഷണം ആരംഭിച്ചപ്പോൾ മുതൽ പലയിടങ്ങളിൽ നിന്നും ഈ CPM ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ CPMന്റെ കീഴിൽ ഒരു കാലത്തുണ്ടായിരുന്നവർ ആണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്. അതിന് CPMുമായി ബന്ധമില്ല എന്ന് കൃത്യമായി തന്നെ പറയുകയാണ് ആ CPM ജില്ലാ ഘടകം നടത്തുന്നത്. അതായത് നേരിട്ടൊരു പ്രകോപനത്തിലേക്ക് ഇനി മനു തോമസിലേക്ക് പോകേണ്ടതില്ല പാർട്ടി, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആരും നേരിട്ട് അത്തരത്തിൽ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കേണ്ടതില്ല. പി ജയരാജൻ അടക്കമുള്ള ആളുകൾ ഇനി ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശം തന്നെ നൽകുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് ചർച്ചകൾ നടത്തേണ്ടത്. പി ജയരാജനും M ഷാജനും തമ്മിലുള്ള ബന്ധപ്പെട്ടുള്ള വ്യാജ വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം പ്രചാരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഇത്തരം പ്രചാരണങ്ങളിൽ കക്ഷി ചേരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങളിൽ കുടുങ്ങാതിരിക്കാൻ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും ശ്രദ്ധിക്കണമെന്ന് കൂടി പറയുന്നു. ഇത്രയും പ്രതികരണമാണ് CPMന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. ഏതായാലും പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായ കാര്യമാണ് ഈ മനു തോമസ് അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും പിന്നീട് അതിനെതിരായ പി ജയരാജന്റെ പ്രസ്താവന എത്തുകയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായി വരികയും ചെയ്തതെന്ന് മനു തോമസ് പറയുന്നു. എന്നാൽ സൂപ്പർ ജില്ലാ സെക്രട്ടറി ചമയാനാണ് പി ജയരാജൻ ശ്രമിക്കുന്നത്. ക്വാറി മാഫിയകൾക്ക് വേണ്ടി മാത്രം ഒരു ഏരിയ സെക്രട്ടറിയത്തിനെ സൃഷ്ടിച്ചു തുടങ്ങിയതടക്കമുള്ള കൊട്ടേഷൻ മാഫിയകളുമായി പി ജയരാജന്റെ മകന് അടുത്ത ബന്ധമുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഒരു മൗനം പാലിക്കാൻ ഒരു പ്രതിരോധത്തിലേക്ക് അതാണ് അനീഷ്, എവിടെ ചർച്ച ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ തീരുമാനമാണ്, അത് നമുക്ക് മനസ്സിലാകും. പക്ഷേ പാർട്ടി ഒരു വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നിൽക്കുന്ന ഒരു സാഹചര്യം, കരുവന്നൂരടക്കമുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, അത്തരത്തിൽ ഈ കണ്ണൂരിൽ ഈ വിഷയം കൂടി മനു തോമസിന്റെ വിവാദം കൂടി കത്തുമ്പോൾ അത് ആരോപണം മാത്രമായി കാണാനോ അതിനെ വലിയ ലാഘവത്തോടെ കാണാനോ പാർട്ടി ശ്രമിക്കില്ല ഈ ഘട്ടത്തിൽ എന്ന് വേണ്ട നമ്മൾ കരുതാൻ. തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. കാരണം കൃത്യമായി ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് CPM നിന്നും ഒഴിവായ മനു തോമസ് CPM നേതാക്കൾക്കെതിരെ നടത്തുന്ന തെറ്റായ പ്രചാര അപലപനമാണ് ഇത് തിരിച്ചറിയണമെന്ന്. അതായത് മനു തോമസിനെ ആ ഘട്ടത്തിലും ഈ ഒരു വലിയ ആക്രമണം നടത്തി തള്ളി പറയുന്നില്ല. കാരണം അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മനു തോമസ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ മനു തോമസ് നടത്തുന്ന പ്രചാരവേലകൾ തെറ്റിദ്ധാരണ ജനകവും ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ളതുമാണ്, അതിൽ അപലപനീയമാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, രണ്ടാം ഭാഗത്ത് പറയുന്നത് കൃത്യമായും ഈ പി ജയരാജനും ഷാജനടക്കമുള്ള CPM നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല. മാഫിയ കൊട്ടേഷൻ നേതാക്കളുമായി തങ്ങളുടെ നേതാക്കൾ ബന്ധപ്പെടുത്തുന്നു എന്ന മാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നും പറയുന്നു. അത് കഴിഞ്ഞ് മൂന്നാം ഭാഗത്തിൽ നമുക്ക് പറയാം, അർജുൻ ആയങ്കി, ആകാശ് തെല്ലങ്കേരി പോലുള്ള നവമാധ്യമങ്ങളിലൂടെ മനു തോമസിനെതിരെ കൊലവിളി പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ല. അത്തരം കാര്യങ്ങൾക്കായി പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത്തരം ആളുകൾ നടത്തുന്ന പ്രചാരണങ്ങൾ പാർട്ടിയുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ വർഗ ബഹുജന സംഘടനയുടെ ആളുകളോ ഏറ്റെടുക്കേണ്ടതില്ല. അത്തരത്തിൽ കൃത്യമായ ഒരു ജാഗ്രത പുലർത്തണം. അതായത് ഒന്ന്, മനു തോമസിനെ കടന്നാക്രമിക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയതാണെന്ന് പറയുക. രണ്ട്, CPMന്റെ നേതാക്കൾക്ക് ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുമായി ഒരു ബന്ധമില്ലെന്ന് അറിയിക്കുക. മൂന്ന്, നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രസ്താവനകൾ പാർട്ടിയുടേതല്ല. അത്തരം പ്രസ്താവനകളെ ഇനി ഒരു തരത്തിലും ലൈക്കും ഷെയറും ചെയ്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. തീർച്ചയായും ഈ മനു തോമസ് വിഷയം ഈ ഘട്ടത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമാണ് CPMനുള്ളത്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പിന്റെ ഭാഷയാണ് CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കൂടുതൽ കടന്നാക്രമിച്ചിനി പാർട്ടി പ്രവർത്തകരും അണികളും നേതാക്കളും ഒന്നും ഇവർക്കെതിരെ തിരിയേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശവും നൽകുകയാണ്. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.